നമ്മൾ ഇന്ന് കുടിക്കുന്ന ഫാൻറ്റയുടെ ഒറിജിന് പിന്നിൽ ഒരു ഡാർക്ക് ഹിസ്റ്ററി ഉണ്ട്. ദിസ് ഈസ് അനദർ ഡേ ഓഫ് ഷെയറിംഗ് സിമ്പിൾ സ്റ്റോറീസ് വിത്ത് വാല്യുബിൾ ലെസൺസ്. ഫാൻറ്റയുടെ കഥ ആരംഭിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ്. ജപ്പാൻ പേൾ ഹാർബറിൽ ബോംബിട്ടതോടെ അമേരിക്കയ്ക്ക് യുദ്ധത്തിലേക്ക് കടന്നു വരേണ്ടി വന്നു. ജർമ്മനി അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ശത്രുക്കളായതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനികൾ ജർമ്മനിയായിട്ടുള്ള എല്ലാ ബിസിനസ് ഇടപാടുകളും നിർത്തിവെച്ചു. ഇത് കൊക്കക്കോള ജർമ്മൻ ഹെഡായ മാക്സ് കീത്തിന് വലിയൊരു തലവേദനയായി മാറി. അമേരിക്കയിൽ നിന്ന് കോക്ക് ഉണ്ടാക്കാനുള്ള സിറപ്പ് ഇറക്കുമതി ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ജർമ്മനിയിലുള്ള കൊക്കക്കോള ഫാക്ടറികൾ പൂട്ടേണ്ടി വന്നു. പക്ഷെ കീത്ത് പിന്മാറിയില്ല. അദ്ദേഹം തന്റെ ടീമിനെയും കൂട്ടി പുതിയൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. ചീസ് ഉണ്ടാക്കുമ്പോൾ വേർതിരിക്കുന്ന വേ, ഫ്രൂട്ട്സിന്റെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് ഫെർമെന്റ് ചെയ്ത ഒരു ഡ്രിങ്ക് ഇറക്കുകയാണ്. ഈ ഡ്രിങ്കിന് അവർ ഫാൻറ്റ എന്ന പേരും കൊടുത്തു. ഫെന്റാസ്റ്റിക് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഫാൻറ്റ എന്ന ബ്രാൻഡ് നെയിം എടുത്തിരിക്കുന്നത്. യുദ്ധകാല സമയത്ത് ജർമ്മനിയിൽ മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫാൻറ്റ അവിടെ സൂപ്പർ ഹിറ്റ് ആകുകയാണ്. പിന്നീട് 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ കൊക്കക്കോള വീണ്ടും ജർമ്മനിയിലേക്ക് വരികയാണ്. ഇവർ ഫാൻറ്റനെ ഇവരുടെ രണ്ടാമത്തെ ഡ്രിങ്കായി ലോകമെമ്പാടും എത്തിക്കുകയാണ്. അങ്ങനെ യുദ്ധകാല സമയത്ത് മാക്സ് കീത്തും ടീമും സർവൈവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബ്രാൻഡാണ് ഫാൻറ്റ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ബിസിനസ് സ്റ്റോറീസിനെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക.